ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ പഠിക്കാനുണ്ട്. എല്ലാ വർഷവും 5 കുറയാത്ത ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് ചോദിക്കാറുമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ സാധാരണയായിട്ട് ICTയിൽ നിന്ന് ചോദിക്കുന്ന ഏരിയയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, എ ബൈറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻസ് വായിക്കാം. 2 bits, 8 bits, 16 bits, 32 bits. ശരിയായിട്ടുള്ള ഉത്തരം 8 bits ആണ്. 8 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ബൈറ്റ് ഉണ്ടാകുന്നത്. ഈ ഏരിയയിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞു 8 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ബൈറ്റ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ MB GB എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ്. ബിറ്റ് കഴിഞ്ഞാൽ നിബിൾ, NIBBLE. അത് കഴിഞ്ഞിട്ടാണ് ബൈറ്റ് വരുന്നത്. ബൈറ്റ് കഴിഞ്ഞിട്ട് കിലോ ബൈറ്റ്, ദെൻ മെഗാബൈറ്റ്, പിന്നീട് ജിഗാബൈറ്റ്. ജിഗാബൈറ്റ് കഴിഞ്ഞാൽ ടെറാബൈറ്റ്, ടെറാബൈറ്റും കഴിഞ്ഞാൽ പെറ്റാബൈറ്റ്, പിന്നെ എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യൊട്ടാബൈറ്റ്, ഇങ്ങനെയൊക്കെ പറയും. ഇതിൽ നമ്മൾ സാധാരണയായിട്ടും GB വരെയൊക്കെ നമ്മളുടെ നോർമൽ യൂസിൽ കാര്യങ്ങൾ പറയാറില്ല. ഇപ്പോൾ ഫോണിൻ്റെ മെമ്മറി ആണെങ്കിലും എത്ര GB RAM എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലും കൂടുതലുള്ള യൂണിറ്റുകൾ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ കുറച്ച് ഒരു 4 ഓപ്ഷൻസ് തന്നിട്ട് ചെറുതെന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഏറ്റവും കൂടിയ സൈസ് ഏതാണെന്ന് ചോദിക്കാം, ഏറ്റവും കുറവ് സൈസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എ ബൈറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഒരു ബൈറ്റ് എന്നുള്ളത് 8 ബിറ്റുകൾ ചേർന്നിട്ടുള്ളതാണ്. ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റുകൾ ചേർന്നിട്ടാണ്. 8 ബിറ്റുകൾ ചേർന്ന ഒരു ബൈറ്റും 1024 ബൈറ്റുകൾ ചേർന്നിട്ട് ഒരു കിലോ ബൈറ്റും 1024 കിലോ ബൈറ്റുകൾ ചേർന്നിട്ട് ഒരു മെഗാബൈറ്റും 1024 മെഗാബൈറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ജിഗാബൈറ്റും ആവും. ഈ 1024 എന്നുള്ള ആ ഒരു നമ്പർ മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ഇതാണ് സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം പഠിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം മാത്രം ഓർക്കുക. ഒരു ബൈറ്റ് പറയണമെങ്കിൽ 8 ബിറ്റ്. അത് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ബൈറ്റ് നമ്മൾ കടിക്കുക എന്ന് പറയില്ലേ, കടിക്കുക, ബൈറ്റ്. അപ്പോൾ ഒരു കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് എന്ന് ഓർത്താൽ മതി. കാരണം ബിറ്റും ബൈറ്റും മാറിപ്പോവും പരീക്ഷയ്ക്ക്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ബിറ്റും ബൈറ്റും മാറിപ്പോവും. അപ്പോൾ ബൈറ്റ് എന്നുള്ളത് കടി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഒരു കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റുകൾ ചേർന്നിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് സ്വയം കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുക. പിന്നെ ബാക്കിയുള്ള കണക്കുകൾ നമ്മൾ 1024 കണക്ക് എടുത്താൽ മതി. കാരണം KB ചെറുത്, MB അതിനേക്കാളും വലുത്, GB അതിനേക്കാളും വലുത് എന്ന് നോർമലി ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ 1024 എന്നുള്ളൊരു എണ്ണം മാത്രം അഡീഷണലായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് പുതുതായിട്ട് ക്ലാസ് കേൾക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, ഓഡിയോ ഫോർമാറ്റിലുള്ള ക്ലാസ്സസ്സാണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം. PDF-ഉം അതേപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസും എക്സാംസും ഒക്കെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. http://www.examination.com. ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ്. ഇത് എന്തിനുള്ള എക്സാമ്പിളാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് URL, HTML, AML, LAN. ഇതൊരു URLൻ്റെ എക്സാമ്പിളായിട്ടാണ് വരുന്നത്. URL എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നമ്മളുടെ വെബ് പേജിൽ കൊടുക്കുന്ന, നമ്മളുടെ വെബ്സൈറ്റിൽ കാണുന്ന, നമുക്കിപ്പോൾ ഒരു ലെറ്റർ അയക്കണമെങ്കിൽ നമ്മളുടെ അഡ്രസ്സിലേക്കല്ലേ അയക്കേണ്ടത്. നമ്മൾക്കൊരു ഓരോ വ്യക്തിക്കും ഓരോ അഡ്രസ്സുകളുണ്ടാവും. അതുപോലെ തന്നെ വെബ് പേജിൽ കാണുന്ന ഓരോ കാര്യത്തിൻ്റെ ഈ അഡ്രസ്സ് എന്ന് പറയുന്നതാണ് ഈ URL. ഇപ്പം നമ്മളുടെ ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ www.learnersfriendly.com അത് ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ അഡ്രസ്സാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്.
അപ്പോൾ അതിനെ എന്ത് വിളിക്കും? URL എന്ന് വിളിക്കും. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതൊരു യുണീക്ക് ഐഡൻറ്റിറ്റിയാണ്. HTTPS/www ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെയും എന്താണ്? URL ആണ്. പരീക്ഷയ്ക്ക് പലതവണയും ചോദിച്ചിട്ടുണ്ട്. ഇനി HTML എന്താണെന്ന് നോക്കാം. ഈ ചോദ്യത്തിലെ തന്നെ HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതാണ് HTMLൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇതൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ളൊരു സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇതൊരു വെബ് പേജിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ്. ഇനി AML എന്താണെന്ന് നോക്കാം. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഒരു കാര്യമാണ് AML എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി മണി ലോണ്ടറിങ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ICTയിലേക്ക് വരുന്നത്? അതായത് ഇതൊരു മണി സ്കാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് പണം തട്ടിപ്പ് നടത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ICTയിൽ AML എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ബിൽഡിങ്ങിലും ഒരു ഓഫീസിലും ഒക്കെ ഒരുപാട് ഡിവൈസസുകളെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനെയാണ് ലാൻ എന്ന് വിളിക്കുന്നത്. അതൊരു സ്മോൾ ഏരിയയിലുള്ള കളക്ഷൻ ഓഫ് ഡിവൈസസ് ആണ് കണക്റ്റഡ് ടുഗെദർ. അതിനെന്ത് വിളിക്കും? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 ഓപ്ഷൻസും മനസ്സിലായല്ലോ. HTTPS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് www എന്നുള്ളൊരു അഡ്രസ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതൊരു URL ആണെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ചോദ്യം നമുക്ക് HTML ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം. HTML ഈസ് എ ബ്രീഫ് നെയിം ഗിവൺ ടു ഓപ്ഷൻസ്: ഹോട്ട്മെയിൽ ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഇമെയിൽ, എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിച്ച് അസിസ്റ്റ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് വെബ് പേജ്, ഫോർ ദ മോഡുലേഷൻ ലെവൽ ഓഫ് മോഡം, ഫോർ ദ ഹൈ ടെൻഷൻ റിക്വയർമെൻറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഇത് നിങ്ങൾ തന്നെ എന്താണ് HTML ഇവിടെ വരുന്നത്? ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് HTML വരുന്നത്? ഇതൊരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണല്ലേ, ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതിനുള്ളൊരു ലാംഗ്വേജ് ആണ്. സോ HTML ഈസ് എ ബ്രീഫ് നെയിം ഗിവൺ ടു എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിച്ച് അസിസ്റ്റ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് എ വെബ് പേജ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. C++ and Java are the example of dash programming language, secondary memory device, internal parts of a computer, brands of professional computer. Java, C++ എന്നൊക്കെ പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ദെൻ the first web page of any organization is called portal, homepage, portal, website. First വെബ് പേജ് എന്ന് പറയുന്നത് ഹോം പേജ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് വെബ് പേജ് ഓഫ് എനി ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ഹോം പേജ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 മിനിറ്റ് ഡിസ്കസ് ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് തന്നെ ICTയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ICTയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പേപ്പർ മണ്ണ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ www.learnersfriendly.com എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സും അതേപോലെ തന്നെ മുൻപ് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിൻ്റെ റിവ്യൂസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റായിട്ട് സ്റ്റുഡൻസിനെ നമ്മൾ എൻറോൾ ചെയ്യിക്കുന്നില്ല. കാരണം ഓരോ സ്റ്റുഡൻസിനും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും റിവിഷൻ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരൊക്കെ ജോയിൻ ചെയ്യുന്നു എന്ന് കൃത്യമായി നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.